മേലെ ഭാഗത്ത് ആളുകൾ ഇല്ല, വളരെ ചെറിയ കുറ്റ്യാടി വഴി തിരിച്ചു വിട്ടു. കുറച്ച് ട്രക്കുകൾ മാത്രമേ ഉള്ളൂ, അത് നമുക്ക് ബുദ്ധിമുട്ടില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായ അന്ന് രാത്രി വളരെ ഗുരുതരമായ രീതിയിലുള്ള ഒരു പൊട്ടൽ ഇതിന് താഴെ പൊട്ടി. 9-ാം വളവിൻ്റെ മേലെ പൊട്ടി. 9-ാം വളവിൻ്റെ മേലെ 1, 2 ഒരു ബൈക്ക് യാത്രക്കാരൻ ഒരു പാറ വന്ന് ഒഴുകി വന്ന് ഒരു ബൈക്ക് യാത്രക്കാരൻ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പം ഇത് 3-ാമത്തെ കേസാണ്, റീസെൻ്റായിട്ട് 3-ാമത്തെ കേസാണ്. ഞാനന്ന് ഒരു ബൈക്ക് യാത്രക്കാരൻ മരിച്ചപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട PWD മിനിസ്റ്ററും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിനും നാഷണൽ ഹൈവേ അതോറിറ്റിക്കും ഒക്കെ ഇതിൻ്റെ പരാതി കൊടുത്തതാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഇതിൻ്റെ പരിശോധനയും സുരക്ഷാ മുൻകരുതലും വേണ്ടത്ര നടത്തിയിട്ടില്ല. അത് ഗൗരവമായി ഇനി നടത്തണം. ഇതുവരെയുള്ള പാളിച്ച പോലെയല്ല, ഈ പൊട്ട് വളരെ ഗുരുതരമായിട്ടുള്ള സിഗ്നലാണ്. ശക്തമായ മഴ പെയ്ത സമയത്തല്ല, ഗുരുതരമായിട്ടുള്ള കാറ്റോ വൻ ചുഴലിക്കാറ്റോ അല്ലെങ്കിൽ ചെറിയ കാറ്റോ അല്ലെങ്കിൽ വൻ മഴയോ ചെറിയ മഴയോ ഒന്നും ഇല്ലാത്ത സമയത്താണ് ഈ പൊട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു അപകടാവസ്ഥ ഗുരുതരമായ സാഹചര്യം ഇല്ലാത്ത സമയത്ത് വരുന്ന ഈ അപകടം വലിയ സിഗ്നലാണ്. അത് വലിയ സീരിയസ് ആയ രീതിയിലുള്ള പരിശോധനയ്ക്ക് നമ്മൾ വിധേയമാക്കിയേ പറ്റൂ.